സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഷോർട്ട് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് NSE ഇന്ത്യയിലെ ബൾക്ക് ഡീൽസ് പോവാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് NSE ബൾക്ക് ഡീൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് തന്നെ കാണാം, ബൾക്ക് ഡീൽസ് ബ്ലോക്ക് ഡീൽസ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഇപ്പോൾ ഫോർ ദ പാസ്റ്റ് 1 ഡേയിൽ വന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഏതൊക്കെയാണ് ബൾക്ക് ഡീൽ നടന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ 3 മാസം മുന്നുള്ള സ്റ്റോക്കുകൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത 365 ദിവസം 24 മന്ത്സ് അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയയ്ക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയാണ് 3 മാസം എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 3 മാസത്തെ ബൾക്ക് ഡീൽസ് കാണാം. നമുക്കിവിടെ ഡൗൺലോഡ് ഫയൽസ് ഇൻ CSV ഫോർമാറ്റ് കാണാം. നമുക്ക് എക്സലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 3 മാസത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് ഡെയിലി ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വരുന്നു എന്ന് അനാലൈസ് ചെയ്യണം. അതനുസരിച്ചാണ് നമ്മൾ ബൈ എടുക്കുന്നത്. അതെങ്ങനെയാണ് അനാലൈസ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്സും ബൈ സെല്ല് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ഈ ഷീറ്റിൽ ഫുൾ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കാണ് ബൈ ചെയ്യേണ്ടത് സെല് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ക്ലയൻറ്റ് നെയിം കാണുക. ഇതിപ്പോൾ ഓരോ ക്ലയൻറ്റ്സ് മേടിച്ചിരിക്കുന്ന സ്റ്റോക്കുകളാണ് ബൾക്ക് ഡീൽസിൽ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ഫിൽറ്റർ ഓപ്ഷനിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെർച്ച് ബോക്സ് കാണാം. അതിൽ നമ്മൾ മ്യൂച്വൽ എന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെ സ്റ്റോക്കുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട്സ് മേടിക്കുന്ന സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ ബൈ ആയും സെല്ലായാലും ആ ഒരു സ്റ്റോക്കിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് തുടങ്ങി നവംബർ വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. നവംബർ 13 വരെയുള്ള ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് കുറച്ച് സ്റ്റോക്സുകൾ എടുത്ത് നോക്കാം റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന്. ഇതിപ്പോൾ കൺട്രോൾ പ്രിൻ്റ് ലിമിറ്റഡ് ആണ്. അത് 19-ാം തീയതിയാണ് അവർ മേടിച്ചിരിക്കുന്നത്, ബൈ ചെയ്തിരിക്കുന്നത്. അത് 215.75 ലെവലിലാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആ സ്റ്റോക്ക് ഒന്ന് നോക്കാം. കൺട്രോൾ പ്രിൻ്റ് ലിമിറ്റഡ് നമുക്കത് ഡെയിലി ചാർട്ടാക്കാം. 1 ഡേ, ഡെയിലി, 3 മന്ത്സ്. പിന്നെ അവർ മേടിച്ചിരിക്കുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് 20-ാം തീയതിയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കിട്ടും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് 20-ാം തീയതിയാണ്. 215.75 ആയിരുന്നു ആ റേറ്റ് ഉണ്ടായിരുന്നത് 19-ാം തീയതി. അപ്പോൾ നമുക്ക് ഞാനത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. 19-ാം തീയതി എന്ന് പറയുമ്പോൾ കണ്ടോ ഈ ഒരു ക്യാൻഡിലുണ്ടോ, ഇതാണ് 19-ാം തീയതി. ഓഗസ്റ്റ് 19 എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ക്ലോസിങ്ങിൽ തന്നെ മേടിച്ചാൽ തന്നെ നോക്കി കേട്ടോ, പിറ്റേ ദിവസം ഓപ്പണിങ്ങിന് മേടിച്ചാൽ മതി. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം അടുത്ത ദിവസം ഓപ്പണിങ് തന്നെ നമ്മൾ മേടിച്ചാൽ തന്നെ അത് 220 നിന്ന് ആ ദിവസം തന്നെ 250 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷവും ആ താഴേക്ക് വന്നിട്ട് ആ ലെവലുണ്ടോ അവർ മേടിച്ചിരിക്കുന്ന ലെവലിലെടുത്ത് വന്നിട്ട് വീണ്ടും അത് കയറിയിട്ടുണ്ട്. ഉണ്ടോ, ആ ലെവലിൽ നിന്ന് 2 തവണ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് മേടിച്ച സ്റ്റോക്ക് നമുക്ക് പിറ്റേ ദിവസം തന്നെ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റ് അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ക്ലയൻറ്റ്സ് മേടിക്കുന്ന സ്റ്റോക്സുകളുണ്ട്. ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് മാത്രം എടുത്തിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ അവർ വെറുതെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തില്ല. അപ്പോൾ അതവരെന്തായാലും ബൈ ചെയ്ത് കയറ്റും. അത് കാരണം കൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയുന്ന ഒരുപാട് നല്ല ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ മ്യൂച്വൽ ഫണ്ട്സിന് മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്തിട്ടുണ്ട്. വി ഗാർഡ്, അതും 20-ാം തീയതിയാണ്, ഒരു ഓഗസ്റ്റ് 20-ാം തീയതിയാണ് അവർ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വി ഗാർഡ് നോക്കാം. ഈ 20-ാം തീയതി എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലുണ്ട്. ഈ ഒരു വലിയ ക്യാൻഡിലാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് അവർ എൻട്രി അയക്കുന്നത്. നമ്മൾ പിറ്റേ ദിവസം എടുത്താൽ തന്നെ നോക്കി നെക്സ്റ്റ് ഡേയ്സിൽ അത് 171 നിന്ന് 181 വരെ പോയിട്ടുണ്ട്. കണ്ടോ,
നമ്മളത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇൻട്രാഡേ അല്ല. നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അന്ന് ചിലപ്പോൾ താഴെ പോയിരിക്കാം, അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മളത് ഷോർട്ട് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനുശേഷം 1 2 3 അഞ്ചാമത്തെ ദിവസം അത് കയറിപ്പോയി കണ്ടോ. അതിനുശേഷം താഴേക്ക് വന്നിട്ടുണ്ട്, ആ സ്റ്റോക്കുകൾ വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും അത് കയറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 3 മാസത്തെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 365 ദിവസത്തെ എടുത്ത് ഇതേപോലെ ഫിൽട്ടർ ചെയ്ത് ഓരോന്നും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വന്നത് TCI എക്സ്പ്രസ്. അതൊരു ബൈ ചെയ്തിരിക്കുന്നത് ഡേറ്റ് 25-ാം തീയതിയാണ് ആണോ. ഈ ഡേറ്റിലാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അന്ന് അതൊരു 840 നിന്ന് 860 വരെ പോയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പോയിൻ്റ് വന്നിട്ട് വീണ്ടും അത് കയറിപ്പോയിട്ടുണ്ട് കണ്ടോ. അത് 910 വരെ പോയിട്ടുണ്ട്. ഇതുപോലെ ഏത് സ്റ്റോക്കും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഐബിൾ ഹൗസിൻ ഫിനാൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബൈ ചെയ്യില്ല, സെല്ലാണ് ചെയ്തിരിക്കുന്നത്. ഐബിൾ ഹൗസിൻ ഫിനാൻസ് ആ സെല്ല് ചെയ്തിരിക്കുന്നത് 7-ാം തീയതി സെപ്റ്റംബറാണ്. നമുക്ക് നോക്കാം. കണ്ടോ, 7-ാം തീയതി സെപ്റ്റംബർ ഇവിടെയാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. നോക്കി കാണാം, 7-ാം തീയതി സെപ്റ്റംബർ ഇവിടെയാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം ബൈ ചെയ്താൽ പോലും തന്നെ പിറ്റേ ദിവസം നമ്മൾ ബൈ ചെയ്താലും 295 നിന്ന് അത് 205 വരെ പോയിട്ടുണ്ട് കണ്ടോ. അതിനുശേഷമാണ് അത് അടിച്ചിട്ടുള്ളത്. ഐബിൾ ഹൗസിൻ ഫിനാൻസ് ബൈ ഒന്നും ഉണ്ടായിരുന്നില്ല, സെല്ലായിരുന്നു. എന്നിട്ട് കൂടിയും അത് പിറ്റേ ദിവസം കയറിയിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈയും സെല്ലും കൂടി ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. സെല്ല് മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് 2 ദിവസത്തിന് ശേഷം അടിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരുന്ന സ്റ്റോക്കുകൾ ഡെയിലി നമ്മളിങ്ങനെ ജസ്റ്റ് ബൾക്ക് ഡീലിൽ പോവാം. എന്നിട്ട് ഇവിടെ ഡേ എടുക്കാം, 1 ഡേ എടുക്കാം, അതിൽ ഗെറ്റ് നോക്കാം. ഇതിലേതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ആ മ്യൂച്വൽ ഫണ്ട്സ് എൻ്റർ ചെയ്തെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റോക്സ് നമുക്ക് നാളെ ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അത് കയറുന്ന പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതാണെങ്കിൽ നിങ്ങളത് 365 ദിവസത്തെ നമുക്ക് ഡാറ്റ ലഭ്യമാണ്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓപ്പൺ പ്ലേ സ്റ്റോർ ആപ്പ് ആൻഡ് സെർച്ച് friend.page. Install the first one. Once you install, open it and search Nicholas Intraday Calls here. Then subscribe it. You will get live calls alert here.